ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ആത്മാക്കളെ കണ്ടിട്ടുണ്ടോ? പ്രേതങ്ങളെ കണ്ടിട്ടുണ്ടോ? എന്നാൽ 2 ആത്മാക്കളെയും 5 പ്രേതങ്ങളെയും കണ്ട ആളാണ് ഞാൻ. ഇത് കേൾക്കുന്നവരിൽ 80% ആളുകൾ പറയുന്നത് ഇവർ വട്ടാണ് അല്ലെങ്കിൽ ഭ്രാന്താണ്. സത്യമായിട്ടും എനിക്ക് ഭ്രാന്താണ്. 2 കാര്യങ്ങളിലാണ് എൻ്റെ ലൈഫിൽ എനിക്ക് അടങ്ങാത്ത ഭ്രാന്ത്. ഒന്ന്, സിനിമ. ഞാനൊരു സിനിമ ഭ്രാന്തനാണ്. 2ാമത്, നെഗറ്റീവ് എനർജിയെ ഞാൻ തേടിപ്പോവാറുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ എൻ്റെ സിനിമ ഭ്രാന്തുമായിട്ട് ബന്ധപ്പെട്ട് അഭിനയിക്കാനുള്ള ത്വര കൊണ്ട് ഒരുപാട് നടന്നിട്ടുണ്ട്. അതിൻ്റെ കഥകളും ഒരു വീഡിയോ ആയിട്ട് വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പം ഞാൻ വിഷയത്തിലേക്ക് വരാം. നെഗറ്റീവ് എനർജി. അതെ, നെഗറ്റീവ് എനർജിയെ ഞാൻ തേടിപ്പോവാറുള്ളത് സത്യമാണ്. മക്കളെ തേടിപ്പോവാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 5 വർഷമായി. അതിനൊരു കാരണമുണ്ട്. എൻ്റെ ചെറുതിൽ, എൻ്റെ ഒരു 15-ാം വയസ്സിൽ 16-ാം വയസ്സിൽ എൻ്റെ അയൽവാസിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ശരീരത്ത് പ്രേതം കയറി. അവരെ മുഖഭാവം, അവർക്ക് ശക്തി എല്ലാം എൻ്റെ ചെറുതിൽ ഞാൻ കണ്ടതാണ്. അതിന് മുന്നേ ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. പ്രേതങ്ങളെയാണ് കൂടുതലും ആ ഒരു എൻ്റെ ചെറു പ്രായത്തിൽ ഞാൻ കണ്ടത്. ആത്മാക്കൾ, 2 ആത്മാക്കൾ എൻ്റെ ലൈഫിൽ ഈ 5 വർഷത്തിൻ്റെ ഇടയിൽ അവരെ മുഖം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. വരും ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ റിയൽ ലൈഫിൽ നടന്ന സ്റ്റോറി ദൈവം അനുഗ്രഹിച്ചാൽ എല്ലാ ദിവസം ഓരോ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കും. അപ്പം വീണ്ടും വിഷയത്തിലേക്ക് വരാം. ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്ന ഈ ഒരു സംഭവം എൻ്റെ ലൈഫിൽ നടന്നതാണ്. ഒരു മുന്നറിയിപ്പ് പറയട്ടെ. ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്ന ഈ കഥ ഭയാനകമാണ്. പ്രേതത്തെ പേടിക്കുന്നവരൊരിക്കലും ഈ കഥ കേൾക്കരുത്, പ്ലീസ്. ഞാൻ ഈ പറയുന്ന കഥ നടക്കുന്നത് തമിഴ്നാട്ടിലെ തിരുച്ചിനപ്പള്ളി മലക്കോട്ടെ അമ്പലത്തിൻ്റെ പരിസരങ്ങളിലാണ്. ദീപാവലി പ്രമാണിച്ച് 10 ദിവസം മുന്നേ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് കുട്ടികളെ ഡ്രസ്സുമായിട്ട് തിരുച്ചിയിലേക്ക് എല്ലാ വർഷവും കച്ചവടത്തിനായിട്ട് പോകുന്ന ആളുകളാണ്. ഇന്ന് രാത്രി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ തിരുച്ചിയിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. കൂടെ എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്, സമീർ, ദീപക്. ലഗേജെല്ലാം 20 ബണ്ടിലുണ്ട്, 20 ലഗേജ് ഉണ്ട്. അതെല്ലാം ട്രെയിനിൻ്റെ ലഗേജിലാക്കി ഞങ്ങൾ നേരെ റിസപ്ഷനിൽ പോയി ഞങ്ങൾ സീറ്റ് കൺഫേം ചെയ്ത് യാത്ര തുടങ്ങി. മുതലാളി അവിടെ 2 ദിവസം മുന്നേ തിരുച്ചിനപ്പള്ളിയിൽ ആള് അവിടെ ഉണ്ട്. മുതലാളി ഇക്ബാലിക്ക 2 ദിവസം മുന്നേ തിരുച്ചിയിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കുള്ള യാത്രാ സൗകര്യങ്ങളെല്ലാം റെഡിയാക്കി പുള്ളി വരാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾ യാത്ര തുടങ്ങി. കൃത്യം 6:30 ആയപ്പോൾ തിരുച്ചിനപ്പള്ളി എത്തി. ഞങ്ങൾ ലഗേജെല്ലാം ട്രെയിനിൽ നിന്ന് ഇറക്കി. ഞങ്ങൾ സ്ഥിരമായിട്ട് അവിടെ കച്ചവടത്തിന് പോകാറുള്ള ടൈമിൽ വിളിക്കാറുള്ള ഒരു അണ്ണനുണ്ട് വണ്ടി. പുള്ളിയുടെ വണ്ടിയിൽ ലഗേജെല്ലാം കയറ്റി ഞങ്ങൾ എല്ലാ വർഷവും റൂം മലക്കോട്ടെ അമ്പലത്തിൻ്റെ അവിടുന്ന് ഒരു 1 കിലോമീറ്ററിൻ്റെ പരിധിയിൽ ഒരു ലോഡ്ജ് ഉണ്ട് അവിടെ. ആ ലോഡ്ജിലാണ് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരുന്ന മലയാളികൾ
അവിടെ റൂം എടുക്കാറ്. ഇന്ത്യയിലുള്ള എല്ലാ കച്ചവടക്കാരും കച്ചവടത്തിനായിട്ട് തിരുച്ചിയിൽ വരാറുണ്ട്. ബോംബെ, ബാംഗ്ലൂർ, ഗുജറാത്ത്, അവിടെയുള്ള ലോക്കൽസ് വരെ അടുത്തുള്ള തിരുപ്പൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും എല്ലാം പർച്ചേസ് ചെയ്ത് അവിടെ കച്ചവടത്തിലിരിക്കും. അത്ര ജനങ്ങളാണ് ദീപാവലിൻ്റെ മുന്നേ 3 ദിവസം മുന്നേ അവിടെ ആ മലക്കോട്ടെ പരിസരങ്ങളിൽ വരുന്നത് പർച്ചേസ് ചെയ്യാൻ. ഞങ്ങൾ എറണാകുളത്തുള്ള കച്ചവടക്കാർ സ്ഥിരമായിട്ട് തിരുച്ചിയിലേക്ക് കച്ചവടത്തിനായിട്ട് പോകുമ്പോൾ സ്ഥിരമായിട്ട് എടുക്കാറുള്ള ലോഡ്ജിൻ്റെ അടുത്ത് വണ്ടി നിർത്തി ലഗേജെല്ലാം പുറത്തിറക്കി അണ്ണന് പൈസയും കൊടുത്ത് പുള്ളി പോയി. ഞാൻ നേരെ ലോഡ്ജിലെ റിസപ്ഷനിൽ ചെന്ന് റൂം നമ്പർ ചോദിച്ചപ്പോൾ എല്ലാ വർഷവും ഞങ്ങളെ കാണുന്ന റിസപ്ഷനിലെ ആ തങ്കപ്പെട്ട അണ്ണൻ ഇവിടെ റൂം എടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ഫോൺ എടുത്ത് ഞങ്ങളുടെ മുതലാളിയായ ഇക്ബാലിക്കാനെ ഫോൺ ചെയ്തു. ഇക്ബാലിക്ക ഒരു 20 മിനിറ്റിനുള്ളിൽ വരും, നിങ്ങൾ അടുത്തുള്ള കടയിൽ കയറി ചായയൊക്കെ കുടിച്ചിരിക്കുമെന്ന് പറഞ്ഞു. ഞാനും ദീപക്കും സമീറും കൂടി അടുത്തുള്ള ചായക്കടയിൽ പോയി 3 ചായയും അവിടുത്തെ നല്ല കിടിലൻ ഉഴുന്നുവടയും അടിച്ച് ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് ഇക്ബാലിക്ക വന്നു. ഞങ്ങളോട് പറഞ്ഞു, എടാ ഇവിടെ അല്ല റൂം എടുത്തിട്ടുള്ളത്, ഇവിടുന്ന് കുറച്ച് മാറി ഈ പ്രാവശ്യം നമ്മളൊരു വീടാണ് സെറ്റാക്കിയിട്ടുള്ളത്, നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ലോഡ്ജാണെങ്കിൽ ഈ ലഗേജ് ബണ്ടലൊക്കെ പൊട്ടിച്ച് മുകളിലേക്ക് കയറ്റണം. ഞാനും സമീറും ദീപക്കും ഓരോ ബണ്ടിൽ തലയിൽ വെച്ച് ഇക്ബാലിക്കാൻ്റെ പുറകെ വെച്ച് പിടിച്ചു. അടുത്താണെന്ന് പറഞ്ഞിട്ട് 600 മീറ്ററോളം ഈ ബണ്ടിൽ തലയിൽ വെച്ച് നടന്ന് അവസാനം ആ വീട്ടിൻ്റെ അടുത്തെത്തി. തലയിലുണ്ടായിരുന്ന ബണ്ടിൽ താഴെ ഇറക്കി ഞാനൊന്ന് ആ വീട് നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത്രയ്ക്ക് പഴക്കം ചെന്ന, ഭയങ്കര പഴക്കം ചെന്ന, എനിക്ക് തോന്നുന്നത് മലക്കോട്ടെ അമ്പലം എന്നാണ് നിർമ്മിച്ചത്. അന്ന് ആ വീട് ചിലപ്പം അതിൻ്റെ മുന്നേ ചിലപ്പം ആ വീട് അവിടെ ഉണ്ടാവും. അത്രയ്ക്ക് പഴക്കം ചെന്നൊരു വീട്. ഞാൻ ആ വീട്ടിൻ്റെ അകത്തേക്ക് കയറാൻ നിന്നില്ല. എനിക്കെന്തോ ആ വീട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കണ്ടപ്പോൾ. ഒരുപാട് വർഷം പഴക്കം ചെന്നൊരു വീട്. ഞാൻ ലോഡ്ജിൽ നിന്ന് ഓരോ വെണ്ടിൽ തലയിൽ കയറ്റി ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടേ ഇറക്കി വയ്ക്കും. ദീപക്കും സമീറും ഓരോ വെണ്ടിൽ പൊട്ടിച്ചിട്ട് അതിലുള്ള ഡ്രസ്സെല്ലാം എടുത്ത് ആ പഴക്കം ചെന്ന വീട്ടിൻ്റെ അകത്ത് 2 മുറികളാണ് ഉള്ളത്. അതിലൊരു മുറിയിൽ ദീപക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഡ്രസ്സ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വന്ന് പെട്ടെന്ന് എടുത്തു കൊണ്ടുപോകാൻ പറ്റും കച്ചവടത്തിന് ഷോപ്പിലേക്ക്. എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ആ റൂമിൽ കുറച്ച് ഭാഗം ദീപക്ക് മാറ്റി വെച്ച് അവൻ പറഞ്ഞു, ഞാനിവിടാണ് കിടക്കണമെന്ന് പറഞ്ഞു. ലോഡ്ജിലിറക്കിയ ബണ്ടൽ ഞാൻ എൻ്റെ തലയിൽ ചുമന്ന് ഞങ്ങളെടുത്ത ആ വീടിൻ്റെ ഫ്രണ്ടിൽ ഇറക്കി എൻ്റെ മൊബൈലൊന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി ആ വീട്ടിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ എൻ്റെ തല മുകളിൽ മുട്ടി. അത്രയ്ക്ക് ചെറിയൊരു വീട്. എനിക്ക് അതിൻ്റെ അകത്ത് കയറാനേ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ മൊബൈൽ ചാർജ് ചെയ്യണം. ഞാൻ അവിടെ ചാർജിൻ്റെ പ്ലഗൊക്കെ വേറെ ഒരു രീതിയിലാണ്, പഴയ കാലത്തെ ഒരു ടൈപ്പാണ്. ഞാൻ പവർ ബാങ്ക് ദീപക്കിൻ്റെ അടുത്ത് മേടിച്ച് മൊബൈൽ ചാർജ് വെച്ച് 1 മിനിറ്റ് പോലും എനിക്ക് ആ വീട്ടിൻ്റെ അകത്ത് നിൽക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. എനിക്കെന്തോ ഒരു നെഗറ്റീവ് എനർജി ആ വീട്ടിൻ്റെ അകത്ത്. ആ 2 മുറികളും ചെറിയ ഗുഹ പോലത്തെ മുറി, ആ കിണർ, ആ വീടിൻ്റെ പരിസരം എനിക്ക് അങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എത്രയും വേഗം ആ വീട്ടിൻ്റെ അകത്തു നിന്ന്
പുറത്തേക്ക് ഇറങ്ങി. യാത്രാക്ഷീണം നല്ലോണം ഉണ്ട്. ഞാൻ നേരെ അടുത്തുള്ള ഞങ്ങൾ രാവിലെ വന്ന് ചായ കുടിച്ച് ആ കടയിൽ പോയി ഒരു ചായ കുടിച്ച് ഒരു സിഗരറ്റും വലിച്ച് ഇങ്ങനെ ഇരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഇക്ബാലിക്ക ഫോൺ ചെയ്തു, എടാ നീ എവിടെ, നിന്നെ ഇവിടെ കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഇക്ബാലിക്ക ഞാനിത് നമ്മളെ ലോഡ്ജിയുടെ അടുത്തുണ്ട്, നീ ഇങ്ങോട്ട് വാ. ഞാൻ നേരെ ആ വീടിൻ്റെ അടുത്ത് പോയപ്പോൾ വീണ്ടും എൻ്റെ മനസ്സ് ആ വീട്ടിലേക്ക് കയറാൻ ഒട്ടും സമ്മതിക്കുന്നില്ല. മുതലാളി ഇക്ബാലിക്ക എന്നെ ആ വീട്ടിൻ്റെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി. കച്ചവടത്തിനായിട്ട് കൊടുന്ന സാധനത്തിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. വൈകിട്ട് 5 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട്, എനിക്ക്, ദീപക്കിനും സമീറിനും. ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യാറുള്ളതാണ്. ഇക്ബാലിക്ക നേരത്തെ വന്ന്, മുതലാളി നേരത്തെ തിരുച്ചിയിലെത്തിയത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ കച്ചവടത്തിനായിട്ട് സ്ഥലം കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. പുള്ളി ഒരു 3 ഷട്ടർ വരുന്ന ഒരു മെഡിക്കൽ സ്റ്റോറിൻ്റെ ഫ്രണ്ട് വാടകയ്ക്ക് എടുത്ത് ഒരു 10 ദിവസത്തെ പരിപാടിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് പൈസ ഇതിൽ ചിലവാക്കാൻ പറ്റില്ല. റെൻറ്റ് ഒരു ദിവസം 1000 രൂപ ആ മെഡിക്കൽ സ്റ്റോറിൻ്റെ ഓണറിന് കൊടുക്കണം. അങ്ങനെയാണ് അവിടുത്തെ കച്ചവട രീതി. അങ്ങനെയാണ് നമ്മൾ കച്ചവടം ചെയ്യാറ്. വൈകിട്ട് 5 മണിയായപ്പോൾ ഞങ്ങൾ 3 പേരും നടന്ന് അവിടുന്ന് കുറച്ച് മുളയും കയറും ബ്ലേഡും എല്ലാം മേടിച്ച് ഞങ്ങൾ ആ കടയുടെ ഫ്രണ്ടിൽ ഞങ്ങളെ രീതിയിലുള്ള ഒരു ഷോപ്പ് അവിടെ സെറ്റ് ചെയ്ത്, അത് ഞങ്ങൾ എല്ലാ വർഷവും നമ്മൾ ചെയ്യാറുള്ളതാണ്. അങ്ങനെ സെറ്റ് ചെയ്ത് ഞാൻ എല്ലാം സെറ്റാക്കി വന്നപ്പോൾ രാത്രി 12:45. പെട്ടെന്ന് കൈ കഴുകി അടുത്തുള്ള, ഞങ്ങളവിടെ കച്ചവടത്തിന് വരുമ്പോൾ സ്ഥിരമായിട്ട് രാത്രി ഫുഡ് കഴിക്കാറ് അടുത്തുള്ള ഒരു തട്ടുകടയിലാണ്. ആ തട്ടുകടയിൽ നല്ല സ്നേഹമുള്ള ഒരക്കയും ഒരണ്ണനും. ഈ അക്കയ്ക്കും അണ്ണനിക്കും ഒരൊറ്റ മകനേ ഉള്ളൂ, സെൽവം, 7 വയസ്സുള്ള. അക്ക നമ്മളോട് വിശേഷങ്ങൾ തിരക്കി, എപ്പോൾ വന്ന തമ്പി, അണ്ണനും നല്ല സ്വഭാവമുള്ള. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് ഈ ഒരു 10 ദിവസം അവിടെ നിന്നാണ് ഫുഡ് കഴിക്കാറ്. അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചു. ഞങ്ങൾ നേരെ ഒരു സിഗരറ്റും വലിച്ച് ആ വീടിൻ്റെ അടുത്തെത്തി. ദീപക്കും സമീറും നേരെ ദീപക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്ഥലത്ത് ഇവർ 2 പേരും കെടുക്കാമെന്ന് പറഞ്ഞു. കാരണം അവനക്ക് ഒറ്റയ്ക്ക് കെടുക്കാൻ പേടിയാണെന്ന് പറഞ്ഞിട്ട് സമീറിന്. ഇപ്പുറത്തെ മുറിയാണെങ്കിൽ കാലിയാണ്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഒരു പുതപ്പ് കൊടുത്തിട്ടുണ്ട്, പിന്നെ തലയാണിയൊന്നുമില്ല. അപ്പോൾ ബാഗ് അഡ്ജസ്റ്റ് ചെയ്ത് തലയാണിയാക്കി വെച്ച്. പക്ഷെ എന്നാലും എനിക്ക് ആ വീട്ടിൽ ഉറങ്ങാൻ പോലും എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ കുറേ നേരം ആ കിണറ്റിൻ്റെ ആ ഒരു അവിടെ ഇരുന്നിട്ട് ഒരു പാക്കറ്റ് അടുത്ത് ഞാൻ സിഗരറ്റ് വലിച്ച് ടൈം അപ്പോഴേക്കും ഒരു 2:30-3 മണി അടുത്തായി. പക്ഷെ ഇത് ഭയങ്കര ക്ഷീണമുണ്ട്. യാത്ര ചെയ്തതിൻ്റെയും പണിയെടുത്തതിൻ്റെയും എല്ലാം നല്ല ക്ഷീണം. എനിക്ക് എൻ്റെ ശരീരം എന്തോ തളരുന്നത് പോലെ എനിക്ക് തോന്നി. ഞാനൊന്ന് കിടക്കാമെന്ന് വിചാരിച്ച് ദീപക്കും സമീറും കിടക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള മുറിയാണ്. അവിടെ ഞാൻ വീട്ടിൽ നിന്ന് കൊടുന്ന ആ ഒരു പുതപ്പും വിരിച്ച് ബാഗ് തലാണിയാക്കി ഞാനിങ്ങനെ. പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കണ്ണ് അടയുന്നില്ല. ഒരു ഫാനുണ്ട്, ആ ഫാനാണെങ്കിൽ ഭയങ്കര സൗണ്ട്. ആ മുറിയിൽ ഭയങ്കര സൗണ്ട്. ഈ എന്താ പറയുക, അത്രയ്ക്ക് പഴക്കം ചെന്നൊരു ഫാനും. എനിക്ക് ആ വീട് ടോട്ടലായിട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല മനസ്സുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് അവിടെ കിടന്നിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും പുറത്തിറങ്ങി വീണ്ടും സിഗരറ്റ് വലിക്കും, മൊബൈലിൽ നോക്കും, വീണ്ടും വന്ന് ഇതുപോലെ ഇങ്ങനെ കിടക്കും. ഉറക്കം കിട്ടുന്നില്ല, എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല, ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല.
അങ്ങനെ രാവിലെയായി. ഞാൻ എങ്ങനെയൊക്കെയോ തള്ളി നീക്കി. രാവിലെ ഒരു 8 മണിയായപ്പോൾ ദീപക്കും സമീറും എണീറ്റ് ഞങ്ങൾ സ്ഥിരമായിട്ട് രാവിലെ പോവാറുള്ള ചായക്കടയിൽ പോയി ചായ കുടിച്ച്. അപ്പോഴേക്കും ടൈം 9 മണിയായി. മുതലാളി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 10 മണിയാകുമ്പത്തിന് ഷോപ്പിൽ സാധനങ്ങൾ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാം എല്ലാ ഡ്രസ്സും എടുത്ത് നേരെ ഞങ്ങൾ സെറ്റ് ചെയ്ത ആ ഷോപ്പിലേക്ക് പോയി. എല്ലാം ഉടുപ്പുകൾ എല്ലാം തുറന്ന് ആങ്കറിൽ എല്ലാം കെട്ടിത്തൂക്കി വെച്ച് ഒരു ഷോപ്പ് രീതിയിൽ ആ ഒരു മെഡിക്കൽ സ്റ്റോറിൻ്റെ ഫ്രണ്ട് നമ്മൾ ഫുള്ളായിട്ട് അങ്ങോട്ട് എടുത്തതാണ്. അവിടെ എല്ലാ ഉടുപ്പുകളും ആങ്കറിൽ സെറ്റ് ചെയ്ത് വെച്ച് ഞങ്ങൾ കച്ചവടം തുടങ്ങി. ഫസ്റ്റത്തെ ഡേ ആദ്യ ദിവസം കച്ചവടം വളരെ മോശമാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഇപ്പോൾ 4-ാം വർഷമാണ് തിരുച്ചിയിലേക്ക് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് മുതലാളി ഇക്കുബാലിക്ക നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു 8 മണിയാകുമ്പോഴത്തേന് നിങ്ങൾ കട ക്ലോസ് ചെയ്ത് റൂമിൽ പോയിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ 8 മണിയായപ്പം കട ക്ലോസ് ചെയ്ത് ഞാൻ, ദീപക്, സമീർ, സ്ഥിരം നമ്മൾ രാത്രി ഫുഡ് കഴിക്കാറുള്ള അക്കയുടെ അടുത്തുനിന്ന് നല്ല ദോശയും സാമ്പാറൊക്കെ അടിച്ച് നേരെ ആ വീട്ടിലേക്ക്, ഞങ്ങൾ താമസിക്കുന്ന ആ വീട്ടിലേക്ക് എത്തി. എൻ്റെ കൂടെയുള്ള സമീറും ദീപക്കും കുളിച്ച് അവർ ഇന്നലെ കിടന്ന അവിടെ തന്നെ അവർ കിടന്നുറങ്ങി. ഞാൻ ആ റൂമിലേക്ക് കയറിയിട്ടില്ല. ഞാൻ പുറത്ത് തന്നെ ആ കിണറ്റിൻ്റെ അവിടെ ഇരുന്ന് സിഗരറ്റ് വലിച്ച് മൊബൈലിൽ കുറേ നേരം നോക്കിയിരുന്നു. അപ്പോഴേക്കും ടൈം 11 മണി. എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. ശരിക്കും പറഞ്ഞാൽ 3 ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. അത് എൻ്റെ കണ്ണിലും എൻ്റെ മുഖത്തൊക്കെ ഭയങ്കരമായിട്ട് അത് മനസ്സിലാവുന്നുണ്ട്. 11:30 മണിയായപ്പോൾ ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇന്നലെ കിടന്നിട്ട് എനിക്ക് ഉറക്ക് കിട്ടാത്ത ആ മുറിയിൽ പോയപ്പോൾ ഞാൻ മടക്കി വെച്ചിരുന്ന പുതപ്പ് ഇങ്ങനെ വിരിച്ചിട്ട പോലെ വന്ന് കിടന്നു എന്നുള്ള രീതിയിൽ ആരോ വെച്ചതുപോലെ. ദീപക്കും സമീറും ഒന്നും മറ്റുള്ളവരെ സഹായിക്കുന്ന കൂട്ടത്തിലുള്ള ആളുകളല്ല. അതും എനിക്ക് കിടക്കാൻ വേണ്ടി വിരിപ്പ് വിരിച്ചു തരാം. ഇക്കുബാലിക്ക അവിടെ വന്നിട്ടുമില്ല. കുറേ നേരം ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കയറി ടൈം കളഞ്ഞു. എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. എനിക്ക് നല്ലതുപോലെ ഉറങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ആ മുറിയിൽ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ടൈം 1:30 മണി. ഞാൻ മൊബൈലൊക്കെ മാറ്റി വെച്ച് ഒന്ന് ഉറങ്ങണം എന്നുള്ള രീതിയിൽ ഞാനൊന്ന് ചെരിഞ്ഞ് കിടന്ന്, അപ്പോഴും കണ്ണ് എനിക്ക് അടക്കാൻ പറ്റുന്നില്ല. നമ്മൾ സാധാരണ ഉറങ്ങുമ്പോൾ ഒന്ന് കണ്ണടക്കാൻ പറ്റുമല്ലോ. എന്തൊക്കെ ചിന്തകൾ മനസ്സിൽ. ചിന്ത വേറൊന്നുമല്ല, ഈ ഫാനിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് അത് ചെവിയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഈ 1:30 മണി ടൈമിൽ അപ്പുറത്ത് അണ്ണന്മാർ ഭയങ്കര സംസാരം. അപ്പം ഞാൻ തൊട്ട് മൊബൈലിലൊക്കെ കളിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ പുറത്തിറങ്ങി ഒരു സിഗരറ്റൊക്കെ വലിച്ച ആ പരിസരത്തൊന്നും ഭയങ്കര സൈലൻ്റ് ആയിരുന്നു പുറത്തിറങ്ങിയപ്പോൾ, ആ വീടിൻ്റെ പുറത്തിറങ്ങിയപ്പം. പക്ഷെ ആ റൂമിൽ കിടന്നിട്ട് എനിക്ക് തോന്നലല്ല അത് സത്യത്തിൽ. എനിക്കങ്ങനെ തോന്നൽ അങ്ങനെ വരാറില്ല. അതായത് ഞാൻ ചെരിഞ്ഞ് കിടന്നപ്പം ഈ ഫാൻ്റെ സൗണ്ടും മറ്റേ ചെവിയിലാണെങ്കിൽ പുറത്തുനിന്ന് അണ്ണന്മാർ സംസാരിക്കുന്നത് ഭയങ്കര ഇങ്ങനെ അടിച്ച് മൂളിച്ച പോലെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. കണ്ണിങ്ങനെ തുറക്കുക. കണ്ണ് ഒട്ടും എനിക്ക് അടക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര ചിന്തയായി. എനിക്ക് ഒരു രീതിയിലും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ തിരിഞ്ഞും മറിഞ്ഞും മലർന്നും ഇരുന്നൊക്കെ ഞാൻ ഒന്ന് ഉറങ്ങാൻ ഉള്ള ആഗ്രഹം കൊണ്ട് ഞാൻ കുറേ ആ റൂമിൻ്റെ അകത്ത് കിടന്ന് കളിച്ച്. പക്ഷെ എനിക്ക് ഒട്ടും ഉറക്ക് വരുന്നില്ല. ഇടയ്ക്ക് പോയി സിഗരറ്റ് വലിക്കും. ഞാൻ സിഗരറ്റ് വലിക്കാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ ചെവിയിൽ കേട്ട ബഹളമൊന്നും പുറത്തിറങ്ങിയപ്പോൾ എനിക്കില്ല.
അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ സംഭവമുണ്ട്, ആത്മാക്കളുണ്ട്. അല്ലെങ്കിൽ ആത്മാക്കൾ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ആത്മാവ് ആ വീട്ടിൻ്റെ അകത്തുള്ളത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് പറ്റുന്നത്. ഉറങ്ങാൻ പറ്റുന്നില്ല. ചെവിയിൽ ഈ ഫാൻ്റെ സൗണ്ട്, മറ്റുള്ള സൗണ്ട്, എന്തൊക്കെയോ ചിന്തകൾ മനസ്സിൽ കയറി. ഞാൻ ഒരു 3 മണിയായപ്പോൾ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി, സൈക്കിട്ടിട്ട് ഇറങ്ങി നേരെ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കാറുള്ള ആ ലോഡ്ജിൽ പോയിട്ട് റിസപ്ഷനിലുള്ള അണ്ണനോട് ഞാൻ പറഞ്ഞു, അണ്ണ എനിക്ക് അന്ത വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, എന്തോ എനിക്കറിയില്ല, ഏതാവത് പ്രോബ്ലം ഇരിക്കുക ഫാമിലിയിലെ എന്നൊക്കെ, ടെൻഷൻ ഇരിക്കുക, ടെൻഷൻ വിടും എന്നൊക്കെ പറഞ്ഞ അണ്ണൻ എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. അണ്ണൻ അപ്പുറത്തുനിന്നൊരു സ്റ്റോർ റൂമിൽ നിന്ന് ഒരു ബെഡും പുതപ്പും തലാണിയും എനിക്ക് കൊടുന്നു എന്നോട് പറഞ്ഞ്, നീ ആ സൈഡിൽ കിടന്നു എന്ന് പറഞ്ഞു. അവിടെ അങ്ങനെയാണ്, അവിടുത്തെ തമിഴ്നാട് ലോഡ്ജിലൊക്കെ ഇങ്ങനത്തെ നമ്മൾ കച്ചവടക്കാരൊക്കെ വന്നാൽ അങ്ങനെയൊക്കെ കിടക്കാറുണ്ട്, ഞാൻ കണ്ടിട്ടുമുണ്ട് മുന്നേ. അപ്പം ഞാൻ എന്താണെങ്കിലും കുഴപ്പമില്ല, റൂം കിട്ടിയില്ലെങ്കിലും ഒരു പ്രശ്നമില്ല, എനിക്കൊന്ന് ഉറങ്ങിയാൽ മതിയെന്ന് ഞാൻ നേരെ ആ ബെഡിൽ കയറി കിടന്നുറങ്ങി. രാവിലെ 10 മണിയായിട്ടും എൻ്റെ ഉറക്ക് തീർന്നിട്ടില്ല. ഞാൻ നല്ല ഉറക്ക്. അണ്ണന് അവിടെ കസ്റ്റമറൊക്കെ വരുന്നുണ്ട്, പക്ഷേ അണ്ണൻ നമ്മളെ ഉറക്ക് ശല്യപ്പെടുത്തില്ല, ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും പാവം. നല്ല ഉറക്ക്. 10:30 മണിയായപ്പോൾ എറണാകുളത്ത് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഇക്ക അവിടെ ലോഡ്ജിൽ മുൻകൂട്ടി റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റിസപ്ഷനിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കണ്ട് പുള്ളി. ഞാനാണെങ്കിൽ നല്ല ഉറക്കാണ്, സുന്ദരമായിട്ടുള്ള ഉറക്ക്. പുള്ളി എന്നെ ശല്യപ്പെടുത്തിയില്ല. നേരെ എൻ്റെ മുതലാളിയായിട്ടുള്ള ഇക്ബാലിക്കാനെ ഫോൺ ചെയ്ത് പുള്ളി അവിടെ വരുത്തിച്ച്, ഇക്ബാലിക്ക വന്നതിൻ്റെ ശേഷം ഇക്ബാലിക്ക എന്നെ കുറേ നേരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കണതാണ്, ഞാൻ എണീക്കണില്ല. ഇക്ബാലിക്കാക്ക് സൈക്കിട്ട് കുറച്ച് വെള്ളം എൻ്റെ മുഖത്തൊഴിച്ച് ഞാൻ പെട്ടെന്ന് നെട്ടി എണീറ്റ് നോക്കിയപ്പോൾ ഇക്ബാലിക്കയും ഐക്കയും രണ്ടാളും ഇങ്ങനെ നിൽക്കണം. അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, ഞാൻ ഉറക്കപ്പിച്ചതിൽ എന്തൊക്കെയോ പറയണുണ്ട്. എന്നോട് ഇക്ബാലിക്ക ചോദിച്ച്, എടാ നീ ഇന്നലെ രാത്രി വല്ലതും അടിച്ചാ? ഞാൻ പറഞ്ഞു ഒന്നും അടിച്ചില്ല. നേരെ മുന്നിൽ തന്നെ വൈൻ ഷോപ്പൊക്കെ ഉള്ളതല്ലേ, എന്തെങ്കിലും അടിച്ചാ സത്യം പറ എന്നൊക്കെ പറഞ്ഞ് പുള്ളി തമാശക്ക് എന്നോട് ചോദിച്ചു. ഇല്ലൊക്കെ എനിക്ക് ഭയങ്കര ക്ഷീണം, ഞാനത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, എനിക്കെന്തോ ആ വീട്ടിൽ എനിക്ക് ഒട്ടും ഉറക്കം കിട്ടുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അവിടെ കിടന്നിട്ട്. അതുകൊണ്ടാണ് ഞാൻ ആ രാത്രി ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ കിടന്നുറങ്ങിയത്. അല്ലാണ്ട് നീ വേറെ പരിപാടിയൊന്നുമില്ലല്ലോ. ഞാൻ പറയില്ല, സത്യമായിട്ടും എൻ്റെ മോളാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് മോളെ പിടിച്ച് സത്യമൊക്കെ ഇട്ടപ്പോൾ പുള്ളിക്ക് എന്തോ മനസ്സിലായി. അപ്പം കൂടെ വന്ന് അവിടെ റൂം നേരത്തെ ബുക്ക് ചെയ്ത ഇക്ക എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ നമ്മളെ വേറെ സ്റ്റാഫ് വരുമ്പോൾ കുറച്ച് ദിവസം പിടിക്കും, തൽക്കാലം ഇപ്പോൾ നീ അവിടെ കിടന്നു എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട്, കാരണം ഇനിയിപ്പോൾ ആ വീടും പരിസരം ആ റൂമൊന്നും എനിക്ക് ഇനി കാണണ്ടല്ലോ. കച്ചവടത്തിൻ്റെ 3-ാം ദിവസം അത്യാവശ്യം ആളുകൾ വരാൻ തുടങ്ങി. എല്ലാ കച്ചവടക്കാർക്കും നല്ല ബിസിനസ് നടക്കുന്നുണ്ട്. മുതലാളി പറഞ്ഞു ഒരു 10 മണിക്ക് ക്ലോസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഷോപ്പ്. ഓക്കെ, നോ പ്രോബ്ലം. എനിക്ക് ആ വീടും പരിസരം ആ റൂമും എല്ലാം ഞാൻ മറന്നു, സത്യം പറയാലോ. ഞാൻ ഭയങ്കര ഹാപ്പിയായി. കച്ചവടത്തിൻ്റെ 4-ാം നാൾ കഴിഞ്ഞു, 5-ാം നാൾ കഴിഞ്ഞു, 6-ാം നാൾ കഴിഞ്ഞു. ഞാൻ നല്ല ഹാപ്പിനെസ് ആയിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പം ഇക്ബാലിക്ക രാത്രി വന്നിട്ട് കളക്ഷൻ മേടിക്കാൻ നേരത്ത് എന്നോട് പുള്ളി ചോദിക്കുകയാണ്, എടാ നീ ഇപ്പം അവിടെ ഇപ്പം സുൽഫിക്കറും അവരെല്ലാവരും ഒക്കെ വന്നിട്ടുണ്ടല്ലോ, നീ ഇപ്പം അവരെ കൂടെ ഇരുന്നിട്ട് കള്ള് കുടിക്കാൻ വേണ്ടിയിട്ടല്ല നീ അന്ന് പറഞ്ഞത്,
അവിടെ ദീപക്കും സമീറും ഒക്കെ എടുത്തിട്ട് അവർക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ, നിനക്കെന്താണ്? പുള്ളി തമാശ രീതിയിൽ എന്നോട് ചോദിച്ചു. ഞാൻ അടുത്ത് ചെന്നിട്ട് ഇക്ബാലിക്കാനോട് പറഞ്ഞു, ഇല്ല ഇക്ബാലിക്ക, അവിടെ ഒട്ടും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ ചെറുതിൽ എനിക്കിങ്ങനെ ഉള്ള ഒരു പ്ലേസിൽ, ഇങ്ങനെയുള്ള ഒരു വീട്ടിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നെഗറ്റീവ് അടിച്ചാൽ എനിക്ക് പെട്ടെന്ന് എനിക്കത് മനസ്സിലാവും എൻ്റെ മൈൻഡിൽ. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പുള്ളി പറയുന്നതൊക്കെ അന്ധവിശ്വാസമാണ്. അതാണ് പുള്ളി അതിലൊന്നും വലിയ വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് നമ്മളെ മുതലാളി ഇക്ബാലിക്ക. പുള്ളി ആ തമാശ രീതിയിൽ പറഞ്ഞ് പുള്ളി അങ്ങോട്ട് പോയി. കച്ചവടം പൊടിച്ച് കൊടുന്ന 20 ബണ്ടിലും വേറൊരു 7 ബണ്ടിൽ ഇക്ബാലിക്ക അവിടുന്ന് ഇവിടുന്നൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഒരു ഉടുപ്പ് പോലും ബാലൻസ് ഇല്ലാണ്ട് എല്ലാം തീർത്ത്. കാരണം അത്ര ജനമാണ്. നമ്മളൊരു കച്ചവടത്തിനായിട്ട് തിരിച്ചിൽ വന്നാൽ ആ ഒരു 2 ദിവസം മതി കൊടുന്ന എല്ലാ സാധനങ്ങളും തീർന്ന്. മുതലാളി ഹാപ്പി, ഞങ്ങൾ ഹാപ്പി, ദീപക്കും സമീറും എല്ലാവരും ഹാപ്പിയാണ്. കച്ചവടം അവസാന ഘട്ടത്തിലേക്ക് എത്തി. ദീപാവലി ഏകദേശം തീരാറായി. ഇവിടുന്നൊക്കെ പടക്കം പൊട്ടുന്നുണ്ട്. ആ ഒരു ലാസ്റ്റത്തെ ദിവസം 24 മണിക്കൂറാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ഉറങ്ങാണ്ട്. അത്ര ജനസാഗരമാണ് ആ ഒരു സർക്കിളിൽ വരുന്നത്. കച്ചവടം എല്ലാം തീർന്ന് എനിക്ക് ഒരു എമൗണ്ട് ഇക്ബാലിക്ക തന്ന്, സമീറിന് കൊടുത്ത്, ദീപക്കിന് കൊടുത്ത്. അപ്പം ഞാൻ എല്ലാ വർഷം ദീപാവലി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാൻ വീട്ടിലേക്ക് പോവാറ്. വേറൊന്നുമല്ല, എനിക്ക് അവിടുത്തെ ആ ഒരു ഫീല്, പടക്കം പൊട്ടിക്കുന്നതും ഭയങ്കര എന്താ പറയുക സൗണ്ടൊക്കെ ആണ്. ഭയങ്കര ആഘോഷമാണ് അന്നത്തെ ദിവസം. കടകളെല്ലാം ക്ലോസ് ആവും, ആളുകളെല്ലാം ഫാമിലി ആയിട്ട് റോട്ടിലിറങ്ങും, പടക്കം പൊട്ടിക്കണം. ഇതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഒരു ഹരമായിരുന്നു. അങ്ങനെ തിരുച്ചിനപ്പള്ളിയിലെ ദീപാവലി ആഘോഷങ്ങളെല്ലാം കണ്ടും ആസ്വദിച്ചും ഞാൻ നേരെ ലോഡ്ജിലെ മുറിയിൽ കയറി കുളിച്ച് റെഡിയായി ബാഗൊക്കെ ഇട്ട് നാട്ടിലേക്ക് എറണാകുളത്ത് പോകാനുള്ള ട്രെയിനിൻ്റെ സമയം ഏകദേശം അടുത്തെത്താറായി. ഞാൻ റെഡിയായി നേരെ റിസപ്ഷനിൽ പോയി. കയ്യിലുണ്ടായിരുന്ന ഒരു 500 ഉറുപ്പ്യ ഞാൻ എല്ലാ വർഷവും കൊടുക്കാറുള്ളതാണ് ആ അണ്ണൻ്റെ കയ്യിൽ കൊടുത്തു. ആ ദീപാവലി വിഷസ് പറഞ്ഞു ഭയങ്കര ഹാപ്പി ആയിട്ട്. അണ്ണന് എനിക്കൊരു ലഡു തന്നു. ഞാനത് കഴിച്ച് അടിയിലേക്ക് ഇറങ്ങി, ലോഡ്ജിൻ്റെ അടിയിലേക്ക് ഇറങ്ങി പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നേരെ ഫ്രണ്ടിൽ ഒരു വൈൻ ഷോപ്പ്. അവിടെ കയറി ഒരു 2 ചെറിയ ബീറ് മേടിച്ച്, ഒരു ബീറ് ആ ലോഡ്ജിൻ്റെ സൈഡിൽ നിന്നിട്ട് ഞാൻ അടിച്ച്. ഒരെണ്ണം നമ്മളെ അവിടെ സ്ഥിരമായിട്ട് നമ്മളെ സഹായിക്കുന്ന അവിടുത്തെ ഒരു ലോക്കലായിട്ടുള്ളൊരു പയ്യനുണ്ട്, രാജ എന്ന് പറഞ്ഞിട്ട്. അവൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോയി കൊടുത്ത്. അവനും ഭയങ്കര ഹാപ്പിയായി. ഞാൻ പോവാൻ നിൽക്കുന്ന ടൈമിൽ ഞാൻ സ്ഥിരമായിട്ട്, ഞാനും ദീപക്കും സമീറും സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കുന്ന അക്ക ഉണ്ടല്ലോ, അക്ക, അണ്ണൻ, മകൻ സെൽവൻ, അവർ ദീപാവലി ഡ്രസ്സൊക്കെ ഇട്ട്, അക്ക മുല്ലപ്പൂവൊക്കെ ചൂടി നല്ല കളർ സാരിയും, അണ്ണൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവർ 3 പേരിങ്ങനെ നടന്നു പോകുന്നത്. അപ്പം ഞാൻ നേരെ അവരെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് അണ്ണാ അക്ക സെൽവത്തിനെ നേരെ കെട്ടിപ്പിടിച്ചിട്ട് ഹാപ്പി ദീപാവലിയടാ എന്ന് പറഞ്ഞിങ്ങാണ്ട് കെട്ടിപ്പിടിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട്, ശരി അണ്ണാ എനിക്ക് ട്രെയിനിക്ക് ടൈമാച്ച് ഞാൻ പോവാണ്. എന്നിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ എൻ്റെ പേഴ്സിൽ നിന്ന് ഒരു 100 രൂപ എടുത്തിട്ട് ഞാൻ സെൽവത്തിൻ്റെ കയ്യിൽ കൊടുത്ത്, നീ ഏതാവത് സാപ്പിട്രാന്ന് പറഞ്ഞ്
കൊടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് പയ്യൻ എനിക്കൊരു ഉമ്മയും തന്നിട്ട് ഞാൻ പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ എന്നോട് അണ്ണൻ വിളിച്ചിട്ട് പറയാണ്, തമ്പി നീ இந்த ലോഡ്ജിൽ അല്ലേ അവരെ அந்த 2 பசங்களை അവരെ കൂടെ സ്റ്റേ. ഞാൻ പറഞ്ഞ് അണ്ണാ ഞാൻ 2 നാൾ അങ്ങ് അന്ത വീട്ടിൽ അവരെ കൂടെ ഉണ്ടായിരുന്നു. അറിയുന്ന രീതിയിൽ എനിക്ക് കുറച്ച് തമിഴ് അറിയുള്ളൂ. ആ രീതിയിലൊക്കെ ഞാൻ അണ്ണനോട് പറഞ്ഞു. ഞാൻ 2 ദിവസം അവിടെ എനിക്ക് എന്തോ അവിടെ കിടന്നുറങ്ങാൻ പറ്റിയില്ല. ഞാൻ നടന്ന കാര്യങ്ങളെല്ലാം അണ്ണനോട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അണ്ണൻ അപ്പടിയാ നീ ഇപ്പോൾ ഇங்கே அந்த 2 பசங்க அവിടുന്ന് വെറുതെ പോക്ക് ഞാൻ പാത്ത് കൊണ്ടതേ ഇരിക്കെ. അപ്പോൾ ഞാൻ എനിക്ക് നടന്ന അവിടെ കിടന്നിട്ട് ഉറക്ക് കിട്ടാത്തതിൻ്റെ എല്ലാം ഞാൻ അണ്ണനോട് പറഞ്ഞ്. ഞാൻ പോവാൻ നേരത്ത് അണ്ണൻ എന്നോട് പറഞ്ഞു, തമ്പി ഉനക്ക് തെരിയാതാ அந்த 2 பசங்களுக்கு തെരിയാതാ. ഞാൻ പറഞ്ഞു അണ്ണ തമ്പി എൻ്റെ അടുത്തേക്ക് ഈ അണ്ണൻ വന്നിട്ട് പറയണാണ്, എടാ അന്ത വീട്ടിലെ നീങ്ക വെറുതെക്ക് മുന്നാടി ഒരു മരണം സംഭവിച്ചിട്ടുണ്ടെന്ന്. എൻ്റെ പൊന്നെ എൻ്റെ കിളിയൊക്കെ പറന്ന്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ആ വീട് കണ്ടതും എനിക്ക് കിട്ടിയ നെഗറ്റീവ് എനർജിയും എല്ലാം കൊണ്ടും ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ആലോചിച്ച് കൂട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമായിരുന്നു അത്. അതായത് ഇക്ബാലിക്ക 2 ദിവസം മുന്നേ ഇവിടെ വന്നിട്ട് വില കുറഞ്ഞിട്ട്, അതായത് ഭയങ്കര ചീപ്പ് റെൻറ്റിലാണ് നമുക്ക് ആ വീട് താമസിക്കാൻ കിട്ടിയത് 11 ദിവസത്തേക്ക്. അതുകൊണ്ട് പുള്ളി ലാഭം നോക്കിയിട്ടാണ് നമ്മളവിടെ താമസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ആ ദീപക്കും സമീറും അവിടെ താമസം അവർക്കൊരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ കണ്ടതും ഞാൻ അനുഭവിച്ചതും എല്ലാം ഈ അണ്ണനോട് പറഞ്ഞപ്പം അണ്ണൻ എന്നോട് പറഞ്ഞത്, എടാ നിങ്ങൾ വരുന്നതിൻ്റെ 4 ദിവസം മുന്നേ അവിടെ ഒരു തൂങ്ങി മരണം ഒരാൾ ഒരു അടുത്തുള്ള ലോക്കൽസാണ്, അടുത്ത സ്ഥലത്തുള്ള ഒരു പുള്ളിയാണ്. അവിടെ സ്ഥിരമായിട്ട് പണിക്ക് വീട്ടിൽ പോയി വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവിടെ താമസിച്ചതാണ്. പുള്ളിക്ക് എന്തോ ഫാമിലി ഇഷ്യൂ, അതുകൊണ്ട് പുള്ളി 42 വയസ്സുണ്ടെന്ന് പറഞ്ഞു എന്നോട്. ഞങ്ങൾ വരുന്നതിൻ്റെ 4 ദിവസം മുന്നേ ആ ഫാനിൽ എനിക്ക് ആ ഫാനിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ഒരു നെഗറ്റീവ് അടിച്ച് ആ സെയിം ഫാനിൽ പുള്ളി കെട്ടിത്തൂങ്ങി മരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് എന്നോട് അണ്ണൻ പറഞ്ഞത്. വീണ്ടും അണ്ണൻ എന്നോട് ചോദിച്ചു, ഉനക്ക് തെരിയാതാ അന്താള് പറഞ്ഞില്ലേ, മുതലാളി നിങ്ങളോട് ഈ കാര്യമൊന്നും പറഞ്ഞില്ലേ എന്നാണ് അണ്ണൻ എന്നോട് ചോദിക്കുന്നത്. ഞാൻ പറയില്ല അണ്ണാ, അപ്പം എനിക്ക് ട്രെയിനിന് ടൈം ആച്ചണ്ണ, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ നടക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് നടക്കുന്നത്. കാരണം ഞാൻ ആ ഫസ്റ്റ് ബെൻഡിൽ താഴത്തേക്ക് ഇട്ട് ആ വീടൊന്ന് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം, ഇവിടെ എന്തോ ഉണ്ട്, ഇവിടെ ആരോ ഉണ്ട്. അത് എവിടെയോ പുള്ളി മൂലയിൽ നമ്മളെല്ലാവരെയും ഇങ്ങനെ നോക്കിയിരിക്കണതാണ്, അല്ലെങ്കിൽ അവിടെ മൂലയിൽ ഇങ്ങനെ നിൽക്കണതാണ് എന്നുള്ളൊരു ചിന്തയൊക്കെ എനിക്ക് നെഗറ്റീവ് ഒരു വൈബ്, ഒരു നെഗറ്റീവ് അവിടെ പ്രേതമുള്ളതായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ ആ വീട് കണ്ട് ഫസ്റ്റത്തെ ദിവസം അനുഭവിച്ച കാര്യങ്ങളൊക്കെ ആരോട് പറയാൻ, സമീറിനോടും ദീപക്കിനോടും പറഞ്ഞപ്പം ചിരിക്കുകയാണ്. ഇതെല്ലാം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് കളിയാക്കണ എൻ്റെ മുതലാളി ഇക്ബാലിക്കാനോട് പറയണം. ഒരാളോടും ഞാൻ പറഞ്ഞില്ല. 2ാമത്തെ ദിവസം കടന്നുപോയി, ഉറക്കം കിട്ടുന്നില്ല. ഒട്ടും സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ
റിസപ്ഷനിൽ ലോഡ്ജിൽ പോയി കിടന്നുറങ്ങിയത് എന്നൊക്കെ ഞാനൊന്ന് അനുഭവിച്ചതും അണ്ണൻ പറഞ്ഞ കാര്യവും എല്ലാം ഒരു സെറ്റായി. അവിടെ നെഗറ്റീവ് എനർജി എന്ന് പറയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതിന് സത്യം പറയാലോ, അത്രയ്ക്ക് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നെഗറ്റീവ് എനർജി അല്ല അത്. നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ അത് ആത്മാവാണ്. അത് ശരിക്കും ആത്മാവല്ലത്, അത് പ്രേതാണത്. പക്ഷേ 4 ദിവസമായിട്ടുള്ളൂ പുള്ളി മരിച്ചിട്ട്. അപ്പം ചിലപ്പം അത് പുള്ളിയുടെ ആയിരിക്കില്ല. ഇന്നും കൂടി ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് മനസ്സിൽ, അവിടെ ഇത്ര പഴക്കം ചെന്നൊരു വീടാണ്, ഒരുപാട് വർഷം പഴക്കം ചെന്ന ആ വീട്ടിൽ നമ്മൾ അവിടെ ചിലപ്പം വേറെ മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. ഈ 4 ദിവസം മുന്നേ മരിച്ച പുള്ളി എങ്ങനെയാണ് മരിച്ചതെന്ന് പോലും, തൂങ്ങി മരിച്ചതെന്നാണ് പോലീസുകാർ പറയണത്. മരണകാരണം തൂങ്ങി മരണമാണ്. ഫാമിലി ഇഷ്യൂ, കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ഉള്ള ആളാണ്, ഡെയിലി കള്ളു കുടിക്കുന്ന ആളാണ്. പക്ഷേ എൻ്റെ മനസ്സിലും ഇപ്പോഴും ഞാൻ പറയുന്നത്, ആ വീട്ടിൽ പ്രേതങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രേതമുണ്ട്. ചിലപ്പം ആ പ്രേതം ഇയാളെ തോന്നിപ്പിച്ചതായിരിക്കാം. ആ വീട്ടിൽ ഒറ്റക്കാണ് ആ വീട്ടിൽ ഇയാൾ താമസിച്ചിരുന്നത്. എന്തായാലും ആ വീടിന് ഒരു 100 വർഷത്തിൻ്റെ മുകളിൽ പഴക്കമുണ്ട്. ആ 100 വർഷത്തിൽ അവിടെ ജീവിച്ചു പോയ ആളുകൾ ചിലപ്പം പല രീതിയിലും മരണപ്പെട്ടു പോയിട്ടുണ്ടാകാം. ആ വീട്ടിൽ ജീവിച്ച് മരിച്ചവരിൽ ഏതെങ്കിലും ഒരു പ്രേതം അല്ലെങ്കിൽ പ്രേതങ്ങൾ അലിഞ്ഞ് തിരിഞ്ഞു നടക്കുന്നുണ്ടാവും. നിത്യശാന്തി കിട്ടാത്തതുകൊണ്ട്, അവർക്കുള്ള കർമ്മങ്ങൾ ആരും ചെയ്യാനില്ലാത്തതുകൊണ്ട്. എന്തായാലും ഇനി ഞാൻ ആ വീടിൻ്റെ പരിസരത്ത് പോലും പോവില്ല എന്ന് വിചാരിച്ചു. ആത്മാവാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല, നമുക്ക് സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങാം. ഇത് പ്രേതത്തിൻ്റെ കളിയല്ലേ, ചിലപ്പം നമ്മളെ മരണത്തിലേക്ക് വരെ എത്താനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് മാറിയത്. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഈ സംഭവത്തിന് ശേഷം ഞാനൊരു വർക്ക് കിട്ടി ദുബായിലേക്ക് വന്നു. 2 വർഷം പോയത് ഞാൻ അറിഞ്ഞില്ല. തിരിച്ച് ഞാൻ നാട്ടിലെത്തി. എറണാകുളത്തുള്ള അന്ന് റിസപ്ഷൻ്റെ അടുത്ത് വെച്ച് എന്നെ കണ്ട ഇക്കാനെ കണ്ട് ഞാൻ ചോദിച്ചു, ഇക്ക അന്ന് ഞങ്ങൾ താമസിച്ചില്ലേ, എനിക്ക് ഉറക്കമൊന്നും കിട്ടാത്ത ആ ഒരു വീട് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടാ? കാരണം എനിക്ക് മറക്കാൻ പറ്റുന്നില്ല അവിടുത്തെ അനുഭവം. അപ്പോൾ എന്നോട് ആ ഇക്ക പറഞ്ഞത്, എടാ ആ വീടൊക്കെ പൊളിച്ചിപ്പോൾ അവിടെ വേറെ ബിൽഡിങ്ങായി. ആ വീട് പൊളിച്ചാലും അവർ അപ്പുറത്തിപ്പുറത്തൊക്കെ ആയിട്ട് ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടാവും. അവർക്ക് നമ്മളെ കാണാൻ പറ്റും, അവരെ നമുക്ക് കാണാൻ പറ്റൂല. ഞാനൊന്ന് മനസ്സിൽ ചിന്തിച്ചു, ഇത്ര വർഷം പഴക്കമുള്ള ആ വീട് പൊളിച്ചിട്ട് 2 നിലയുള്ള കെട്ടിടം അവിടെ തുടങ്ങി, താമസക്കാരും വന്നു. ആ കെട്ടിടത്തിൽ താമസിക്കുന്ന ഒരാൾക്കെങ്കിലും ഞാൻ അനുഭവിച്ച പോലെ അല്ലെങ്കിൽ വേറെ രീതിയിലെങ്കിലും ആ ഒരു പ്രേതത്തെ പുള്ളി കണ്ടിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഈ പറഞ്ഞ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോയുടെ അടിയിലായിട്ട് ഒരു ചെറിയൊരു ബെല്ലുണ്ടാകും. ആ ബെല്ലിലൊന്ന് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കണം.
അമർത്തിയാൽ ഞാൻ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. താങ്ക് യു സോ മച്ച്.